ശ്രീ ആരിഫ് ഹുസൈൻ, മുനമ്പം വിഷയം നമ്മളേറെ നാളായി ചർച്ച ചെയ്യുകയാണ്. ഇന്ന് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച് പോലും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, CN രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പരിമിതമായ കാലാവധിയാണ് ഈ 3 മാസം എന്നുള്ളത്. കാലാവധി നീട്ടണമെങ്കിൽ അതും ആവശ്യപ്പെടും എന്നുള്ളത്. നേരത്തെ നമ്മുടെ അതിഥികൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിങ്ങനെ അവസാനമില്ലാത്ത അന്വേഷണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമോ? ഒരുതരം നീതി നിഷേധത്തിലേക്ക് തന്നെയായിരിക്കുമോ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക? അതോടൊപ്പം താൽക്കാലികമായി സർക്കാരിന് മുഖം രക്ഷിക്കൽ തന്ത്രം മാത്രമായി ഈ ജുഡീഷ്യൽ കമ്മീഷൻ മാറുകയാണോ? തുടക്കത്തിൽ ഈ ഒരു സംഭാഷണം, ഈ ഒരു ചർച്ചയൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അതായത് വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പരാമർശിച്ചപ്പോൾ അതിൻ്റെ വക്താക്കൾ, വഖഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു കോടതിയിലേക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ 10-50 വർഷമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. അതേസമയം നിങ്ങൾ ട്രൈബ്യൂണലിലാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധനം കിട്ടുമില്ലയോ എന്നുള്ളത് ഞൊടിയിടയിൽ അറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നമ്മളെടുത്തത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ്. എന്ന് വെച്ചാൽ ഇതൊരിക്കലും തീരാത്തൊരു ഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു സംഗതിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നത് ആണ്. അവിടെ നമുക്ക് പറയാനുള്ളത്, സംസ്ഥാന ഗവൺമെൻറ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഈ ഒരു വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ BJP കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ പറയുന്നത് നിലവിലെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഇത് ഈ നിയമം തന്നെ റദ്ദാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അമെൻമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആണ് ഇപ്പോൾ ഇനി നടക്കുന്ന ചർച്ചകൾ, അതുപോലെ ഈ JPCക്ക് വിടുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇത് റദ്ദാക്കാനാണെന്നുണ്ടെങ്കിൽ നാളേക്ക് നാളെ റദ്ദാക്കിയാൽ അത്രയും ഗുണം ആ ജനങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മളവിടെ നിരീക്ഷിക്കുന്നത്. കാരണം ഇത് എത്ര ഒരു ദിവസം വൈകിയാൽ അത്രയും ദുരിതം ആ നാട്ടുകാരെ അനുഭവിക്കുന്നതാണ്. അത് വലിയ രീതിയിൽ രാജ്യത്താകമാനം ദുരുപയോഗം ചെയ്യുകയില്ലേ ഇപ്പോഴത്തെ രാഷ്ട്രീയ, പ്രത്യേകിച്ച് പ്രതിപക്ഷം? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള എതിർത്ത് അല്ലെങ്കിൽ ഇതിനെ വക്രീകരിച്ച് കാണിക്കാനുള്ള ശ്രമം ഇവിടെ വിജയിക്കില്ല. അതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ആ പ്രക്ഷോഭങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ന് അതിനെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും മിണ്ടുന്നുണ്ടോ? കാരണം എന്താണ്, അത് നടപ്പിലാക്കുകയും അതിന്റെ ഗുണഭോക്താക്കളുടെ അവസ്ഥ ഇവിടെ തിരിച്ചറിയാനുള്ള അവസരവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നീട് ഇവിടെ വിജയിക്കില്ല, അത് പിന്നീട് ചെലവാവില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നടക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഇരകളാണ്. ഇവിടെ എറണാകുളത്തെ കാര്യം പറയുമ്പോഴോ അതല്ലെങ്കിൽ ഇപ്പോൾ ചാവക്കാട്ടെ കാര്യം പറയുമ്പോഴൊക്കെ അതിനകത്ത് എണ്ണുന്ന കൂട്ടത്തിൽ അവിടെ മുസ്ലിങ്ങളുണ്ട്. 40,000-40,000-ഓളം കേസുകൾ ഇപ്പോഴും വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് അതിനകത്ത് വലിയൊരു പങ്കും മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന കേസുകളാണ്. അപ്പോൾ ഇതിൽ എല്ലാം അതിനൊരു പരിഹാരം കാണുന്ന ഒരു അവസ്ഥ വരികയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മുസ്ലിങ്ങൾ പോലും വരുന്നു എന്നും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പിടിച്ചു നിർത്താൻ ഈ ഒരു തെറ്റായ രീതിയിലുള്ള വക്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അതിവിടെ അധികം ചിലവാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പും പുറത്തു കൊണ്ടുവരാൻ ഇത് വലിയ തോതിൽ സഹായിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ തീരുമാനമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിഷയം ഉപയോഗിക്കുമ്പോൾ അതിൽ നരകിക്കേണ്ടി വരുന്നത് ഈ പൊതുജനം, ഈ പറയുന്ന മുനമ്പത്തെ ആളുകൾ ഉൾപ്പെടെയാണ്. അതുപോലെ മറ്റു പല ആളുകളും അവരാണ് ഇതിനകത്ത് കഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ പോയി നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു ലോൺ എടുക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനോ അതല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ രോഗം വന്ന് കിടപ്പിലായ ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യം, സ്ഥലം വീട് വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, കല്യാണമായാലും എല്ലാം അവിടെ തടസ്സപ്പെടുന്ന കാഴ്ച. തിരുച്ചുന്തറൈ എന്ന് പറയുന്ന സ്ഥലത്തെ വിഷയം പോലും നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ആ ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. അവിടെ ആ കുട്ടിയുടെ അച്ഛൻ അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പം ഇങ്ങനെ വ്യക്തികളെ ബാധിക്കുന്ന വിഷയം കൂടി ആകുമ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ശരിയേട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തായാലും
അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞൊടിയിടയിൽ റദ്ദാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് മാതൃക കാണിക്കേണ്ടത്. ഇതിങ്ങനെ അമെൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ അനന്തമായി നീട്ടുന്നതും ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതേപോലെ അനന്തമായിട്ട് നീട്ടുന്നതും രണ്ടും ഫലത്തിൽ ഒരു ഗുണം തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് വലിയ ദുരന്തം ആയിട്ട് തന്നെയാണ് ആ ജനങ്ങൾക്ക് അത് ഭവിക്കുക. അവരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാകുന്നതിനാണ് ഇത് വഴിവെക്കുക. അത് രണ്ടും നമ്മളിവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ അത് ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് പറയുകയാണ്, ഒരു നിയമത്തിന്മേൽ ഭേദഗതി വരുമ്പോൾ അത് തുറന്ന ചർച്ചകൾക്ക് ഇടയാക്കിക്കൊണ്ട് അതിലെ എവിടെയാണോ നീതി നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അതിൽ ഒരു ഭേദഗതി അത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു. അത് തികച്ചും സതുദ്ദേശപരമല്ലേ? അവിടെയാണല്ലോ ഈ തുറന്ന ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പ്രതിപക്ഷം എതിർക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഈ നിയമം തന്നെ പ്രാബല്യത്തിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ അത് ദുരുപയോഗം ചെയ്യാനും ഒരു വിഭാഗത്തെ മുഴുവൻ ഒരു പക്ഷേ ഇളക്കി മറിക്കാനും ഭാരതത്തിനെതിരെ തന്നെ ഇളക്കി മറിക്കാനും സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയിട്ടല്ലേ ഈ തുറന്ന ചർച്ചയ്ക്കൊക്കെ എപ്പോഴും ക്ഷണിക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു തുറന്ന ചർച്ചയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴി എന്ന് പറയുന്നത് JPC ആണെന്നല്ല ഞാൻ കാണുന്നത്. അതിൻ്റെ വഴി പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ JPCക്ക് വിട്ടുകൊണ്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തന്നെ ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പകരം അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു സതുദ്ദേശമാണ് അതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, അത് ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നീണ്ടുപോകുന്നതും JPCക്ക് വിട്ടുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും തമ്മിൽ സമീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. അവിടെ ആ വ്യത്യാസം നമ്മൾ കാണണം. ഇനി അങ്ങനെ ചർച്ചയ്ക്ക് വിടുമ്പോൾ തന്നെ അത് കൂടുതൽ പ്രശ്നമാകില്ലേ എന്നാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ മറ്റൊരു നിയമം ഇവിടെ ഉള്ളത് ഫാർമേഴ്സ് ബില്ലാണ്. അവിടെ നമ്മൾ കണ്ടത് എന്താ? അവിടെ ഇരകളാക്കപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ അവരെക്കാൾ കൂടുതൽ അതിന്റെ പിന്നിൽ വന്ന് കളിച്ചത് ആരാണെന്നുള്ളത് ഇന്ന് നമുക്കറിയാം. മാത്രമല്ല അതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്ന ആളുകൾക്ക് അവർ ഓൾറെഡി പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് വേണമെന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നതും, ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലായാലും ഫാർമേഴ്സ് ബില്ലായാലും ഒക്കെ നമ്മൾ കണ്ടത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് വലിയ കുഴപ്പമാകും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അതിനെതിരെയുള്ള വിഷയം നമ്മൾ കണ്ടത്. പക്ഷേ ഈ പറയുന്ന മുനമ്പത്തെ ആയാലും അതല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ അവിടെ ഒരു കാര്യം, പ്രശ്നം ഓൾറെഡി ഉണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അത് വരുന്നതും അതിനു വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആ ചർച്ച പോകുന്നത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു പേടിക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ ചർച്ചയ്ക്ക് ധൈര്യപൂർവ്വം ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അത് നമുക്കിവിടെ കാണുന്നില്ല. അവിടെ അതിന് പകരം ഇത് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെയും കാണാനുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത്. അത് ഇപ്പൊ അതിൽ പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയോ ഇതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം. അതല്ലല്ലോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യവും. അവിടെ അവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഈ വിഷയത്തിൽ വഖഫിന് എന്താണ് റോള് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യേണ്ട വിഷയം. അതിനെക്കുറിച്ച് മിണ്ടാതെ സ്ഥലത്തിന്റെ അളവും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് കൂടി അവരിതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമുക്കിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് ഓൾറെഡി അങ്ങനെ ചില പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമാഫിയ അല്ലെങ്കിൽ റിസോർട്ട് മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. റിസോർട്ട് മാഫിയയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം വേറെയല്ലേ? അതിന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അല്ലല്ലോ വേണ്ടത്, അത് ഉപയോഗിച്ചല്ലേ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതും കൂടി അതിനകത്തേക്ക് ചേർത്തുകൊണ്ട് അവിടെ ഒരു സൈഡിലൂടെ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി കൈവരിക്കാനുള്ള ഒരു സാധ്യതയാണ് അവർ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. അതും നമ്മളിവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്.